കുടുംബത്തിന്റെ സന്തോഷവും സ്വന്തമാക്കാം. മൈജി ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ശബരിമല നെയ് ക്രമക്കേട് കേസിൽ പത്തനംതിട്ട മിൽമ ഡയറിയിൽ SITയുടെ പരിശോധന. നിർണായക രേഖകൾ പിടിച്ചെടുത്തു അന്വേഷണ സംഘം. മാർക്കറ്റിംഗ് മാനേജറുടെ മൊഴിയും രേഖപ്പെടുത്തി. തട്ടിപ്പിൽ മിൽമ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മിൽമ പത്തനംതിട്ട ഡയറിയിൽ കഴിഞ്ഞ ദിവസമാണ് SIT പരിശോധന നടത്തിയത്. ശബരിമലയിലേക്കുള്ള നെയ് വിതരണവുമായി ബന്ധപ്പെട്ട രേഖകളടക്കം SIT പിടിച്ചെടുത്തു. മിൽമ മാർക്കറ്റിംഗ് മാനേജറുടെ മൊഴിയും രേഖപ്പെടുത്തി. മിൽമയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തും പരിശോധന നടന്നിരുന്നു. ഓർഡർ ചെയ്ത നെയ്യുടെ 25% പോലും ശബരിമലയിൽ ഉപയോഗിച്ചിട്ടില്ല. 1.5 ലക്ഷം ലിറ്ററിലധികം നെയ്യാണ് ശബരിമലയിൽ എത്തിച്ചത്. ഇതിലാകെ ഉപയോഗിച്ചത് 19,800 ലിറ്റർ നെയ്യ് മാത്രമാണ്. നെയ്യുടെ ഗുണനിലവാരത്തിലും ആരോപണമുണ്ട്. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ പമ്പയിൽ സ്റ്റോർ റൂം തുറക്കാൻ തീരുമാനമായിട്ടുണ്ട്. പമ്പയിലെ ഗോഡൌണിൽ നെയ്യ് സൂക്ഷിച്ച് ഗുണനിലവാരം പരിശോധിച്ചതിന് ശേഷം മാത്രം സന്നിധാനത്തേക്ക് കയറ്റിവിടാനാണ് തീരുമാനം. ഇതുവഴി ക്രമക്കേടും കരാറുകാരുടെ ഇടപെടലും തടയാനാവും. ശബരിമല നെയ്യ് ക്രമക്കേടിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ്യ് ശബരിമലയിൽ എത്തിക്കുന്നതിന് മുമ്പ് മാറ്റിയതായാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പത്തനംതിട്ട ഡയറിയിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യയാണ് നെയ്യ് മാറ്റിയതെന്നാണ് വിവരം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ദേവസ്വം വിജിലൻസ് SP റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ജനം, പത്തനംതിട്ട. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ABVP നടത്തുന്ന മാർച്ചിലേക്ക് വീണ്ടും പോകുകയാണ്. ശാലിനി വിശദാംശങ്ങളുമായി ചേരുന്നു. ശാലിനി, വലിയ പ്രതിഷേധം വിദ്യാർത്ഥി പരിഷത്തിന്റെ ഭാഗത്ത് നിന്നും നടക്കുകയാണ്. സംസ്ഥാന നേതാക്കൾ നേരിട്ട് പങ്കെടുക്കുന്ന പ്രതിഷേധമാണല്ലോ കേരള സർവകലാശാലയിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ABVP പ്രകടിപ്പിച്ചതാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഫീസ് വർധനവ്, ഒപ്പം തന്നെ പരീക്ഷയിലെ പുതിയ ക്രമീകരണങ്ങൾ. സിൻഡിക്കേറ്റ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളോട് ABVP വിയോജിപ്പ് അറിയിച്ചിരുന്നു. അത് പല ഘട്ടങ്ങളിലായി സർവകലാശാല സിൻഡിക്കേറ്റിനെ അറിയിച്ചതുമാണ്. ഘട്ടത്തിലാണ് സമാധാനപരമായി ശാന്തമായി വിദ്യാർത്ഥികളുടെ ചേർന്ന് നിന്ന് സർവകലാശാല പ്രവർത്തിക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ ABVP പ്രവർത്തകർ തിരുവനന്തപുരം ജില്ലയിലെയും സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ABVP വിഷയത്തിൽ സ്വീകരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് അവരുടെ ആവശ്യങ്ങൾ സിൻഡിക്കേറ്റിന് മുൻപാകെ എത്തിക്കുകയും ആ തീരുമാനങ്ങളിൽ നിന്ന് സിൻഡിക്കേറ്റ് പിന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത് ABVP ആണ്. ഇതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് ABVP പ്രതിഷേധ സമരം നടത്തുന്നത്. പ്രതിഷേധ സമരം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം അരമണിക്കൂറിലധികമായി ABVPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. സമാനമായി തന്നെ പല വിദ്യാർത്ഥി കൂട്ടായ്മകളും സർവകലാശാലയ്ക്ക് ഉള്ളിൽ അല്ലെങ്കിൽ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് നടത്തുന്നുണ്ട്. സമാധാനപരമായി ഇപ്പോഴും ABVP പ്രവർത്തകർ ഇവിടെ പ്രതിഷേധ സമരം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിൻഡിക്കേറ്റിന്റെ തീരുമാനം പ്രത്യേകിച്ച് LLB പരീക്ഷകൾ അടക്കമുള്ള കാര്യങ്ങളിൽ എടുത്തിട്ടുള്ള ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ അത് പിൻവലിക്കണം. ഒപ്പം തന്നെ വിദ്യാർത്ഥി പരീക്ഷ നടത്തണം. കൂടാതെ തന്നെ ഫീസ് ഘടനയിലെയും പുനർമൂല്യനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ വർദ്ധിപ്പിച്ച ഫീസ് ഘടന അത് മാറ്റണം. പരീക്ഷാ മൂല്യനിർണ്ണയം കൃത്യമായി നടത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ABVP ഇപ്പോൾ ഈ പ്രതിഷേധ ധർണ ഒരു പ്രധാന കവാടത്തിന് മുന്നിൽ ഗൗരവ
കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥി പരിഷത്ത് നടത്തിയ പ്രതിഷേധ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇടവേള എടുത്ത് മറ്റു വാർത്തകളിലേക്ക്. ഹലോ, നമസ്കാരം. കൊച്ചിയിൽ വർഷങ്ങളായുള്ള നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സ് പുതിയൊരു മാറ്റവുമായി എത്തുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 രാവിലെ 10 മണിക്ക് ഇടപ്പള്ളി NH ബൈപ്പാസിലാണ് റീഗലിന്റെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ. ഈ വലിയ മാറ്റത്തിന് സാക്ഷിയാവാൻ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷ ദിനം. ഇന്ത്യ എന്ന പേര് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമായ ദിവസം. സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനത്തിനൊപ്പം ലാഭത്തിന്റെ സന്തോഷവും സ്വന്തമാക്കാം. മൈജി ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളിൽ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. മലബാർ ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറിസിൽ ഒന്നു മാത്രമല്ല, ഏറ്റവും വലിയൊരു ജ്വല്ലറി മാനുഫാക്ചറർ കൂടിയാണ്. പ്രഗത്ഭരായ സ്വർണ്ണാഭരണ ശില്പികൾ, ടെക്നോളജി, ഓട്ടോമേഷൻ എന്നിവ ചേർന്ന് ജ്വല്ലറിയെ ഭംഗിയുള്ളതാക്കുക മാത്രമല്ല, മേക്കിംഗ് ചാർജസിനെ കോസ്റ്റ് എഫക്റ്റീവുമാക്കുന്നു. ഫാക്ടറിയിൽ നിന്നും നേരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതായത് ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസിൽ. ദാറ്റ്സ് എ മലബാർ പ്രോമിസ്.